राधा माधव जय कुंज विहारी, जय गोपी जन वल्लभा, जय गिरिवरधारी, जय गोपी जन वल्लभा, जय गिरिवरधारी। यशोदनन्दन व्रज जनरञ्जन, यशोदनन्दन व्रज जनरञ्जन, यमुनतीरावनचारी, जय कुञ्ज विहारी। जय राधा माधव जय कुंज विहारी, जय राधा माधवा जय कुंज विहारी। हरे कृष्णा कृष्ण कृष्णा हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण। ഹരേ കൃഷ്ണ. താങ്ക് യു മാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു, തുടങ്ങാമോ? തുടങ്ങാം മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ഗുരവേ ഗൗരചന്ദ്രായ രാധികായൈ തദാലയേ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം, യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം, ശ്രീചൈതന്യമീശ്വരം പരമാനന്ദമാധവം. ശ്യാമം മഹാസുന്ദരതാവിധാനം ശ്രീകൃഷ്ണചന്ദ്രം ശരണം ഗതോസ്മി. യസ്വാനുഭാവമഖിലശ്രുത്സാരമേകം അധ്യാത്മദീവമതിതീർഷദന്തമോന്തം സംസാരിണം കരുണയാക പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ആനന്ദലീലാമയ വിഗ്രഹായ ഹേമാഭദിവ്യശ്ച വിസുന്ദരായ തസ്മൈ മഹാപ്രേമരസപ്രദായ ചൈതന്യചന്ദ്രായ നമോ നമസ്തേ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ മഹാവിഷ്ണുഗോസ്വാമിനിധി നാമിനേ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനേ. നമസ്തേ സരസ്വതീ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ.
ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരു ഭാഗവതം ക്ലാസ്സിലേക്ക് കൂടി സ്വാഗതം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമ്മളെ 1-ാം സ്കന്ധത്തിലെ 15-ാമത്തെ അധ്യായം 15-ാം അധ്യായത്തിലെ 6-ാം ശ്ലോകമാണ് ഇനി എടുക്കാനുള്ളത് അല്ലെ. ഹരേ കൃഷ്ണ. എന്താ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഒന്ന് ഓർത്ത് നോക്കിക്കേ എന്തൊക്കെയാണെന്ന്. ആർക്കും ഓർമ്മ വരുന്നില്ലേ? എല്ലാരും മായയിൽ പെട്ടുപോയി അല്ലേ. ഹരേ കൃഷ്ണ. മാതാജി ഇപ്പൊ മനസ്സിലായ ഞാൻ എന്റെ ടെമ്പിൾ വന്നപ്പോ വടിയെടുത്തോണ്ട് തന്നത്. അല്ല പ്രഭു, എല്ലാരും അങ്ങ് മായക്കകത്തായിപ്പോയി. ഇനിയിപ്പോ അവർക്കൊക്കെ അവിടെ നിന്ന് ഉണർന്നു വരണം. ഇനിയും കുറച്ച് കേട്ടെങ്കിലേ അവർ വരുവുള്ളൂ അല്ലേ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് അർജുനൻ സംസാരിക്കാൻ തുടങ്ങുന്ന ഭാഗമാണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. 5-ാമത്തെ ശ്ലോകത്തിൽ അർജുനനെ സംസാരിക്കാൻ തുടങ്ങുന്നു. ജ്യേഷ്ഠനോട് കാര്യങ്ങൾ പറയണം എന്നുണ്ട്. പക്ഷേ ഗദ്ഗദകണ്ഠനായി അദ്ദേഹത്തിന് പറയാൻ കഴിയുന്നില്ല. തന്റെ പ്രിയപ്പെട്ട ഭഗവാൻ പോയി, സഖി പോയി, അല്ലെങ്കിൽ തന്റെ എല്ലാമായിരുന്ന ഭഗവാൻ ഇവിടം വിട്ടുപോയി എന്നുള്ളത് ആ ഒരു മനസ്സിന് താങ്ങാൻ കഴിയുന്നില്ല. ആ രീതിയിൽ അദ്ദേഹത്തിന്റെ മനസ്സ് വളരെ വികാര പരവശനായി മാറിപ്പോയി എന്നാണ് നമ്മളിവിടെ കണ്ടത്. അപ്പം ഭഗവാനെ 5-ാം ശ്ലോകത്തിൽ പറഞ്ഞത് ഏതൊരു വസ്തുവും, ഏതൊരു വിഭൂതിമത്തും സുന്ദരവുമായ ഏതൊരു വസ്തുവും, ഏതൊരു സൃഷ്ടിയും ഭഗവാന്റെ തേജസ്സിന്റെ കണികയിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. അപ്പോൾ ഭഗവാൻ അത് തരുന്നില്ല, ഭഗവാൻ അത് നമുക്ക് തരാനുള്ളതല്ല എന്ന് വെച്ചാൽ നമുക്ക് കിട്ടുകയേയില്ല. അഥവാ നമുക്ക് തന്നു, അതിന്റെ ആവശ്യം കഴിഞ്ഞാൽ ഭഗവാൻ അത് തിരിച്ചെടുക്കുകയും ചെയ്യും. ആവശ്യത്തിനാണ് ഭഗവാൻ ഓരോന്നും നമുക്ക് തരുന്നത്. അപ്പൊ നമ്മള് അതും ഇതും തരണേ എന്നും പറഞ്ഞ് നമ്മള് ക്ഷേത്രത്തിലൊക്കെ വഴിപാടൊക്കെ നടത്താറുണ്ട്. അങ്ങനെ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്യുമ്പോഴേ നേരത്തെ എന്തിലാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞു, ആരെ പ്രാർത്ഥിച്ച് എവിടെ നിന്ന് കിട്ടിയാലും ശരി അതൊക്കെ എന്റെ കരുണ കൊണ്ടാണ് കിട്ടുന്നത്. ഞാൻ തരുന്നത് മാത്രമാണ് നിങ്ങൾക്ക് ലഭ്യമാകുന്നത്. അത് ഇവിടെ പോയി നിങ്ങൾ പ്രാർത്ഥിച്ചു, ഏത് രീതിയിൽ പ്രാർത്ഥിച്ചു, നിങ്ങൾക്ക് കിട്ടാനുള്ളത് ഞാൻ തന്നിരിക്കും എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. എന്റെ കാരുണ്യമാണ് അതിന് പിന്നിലുള്ളത്. അതുകൊണ്ട് നിങ്ങൾ എവിടെ പോയി പ്രാർത്ഥിച്ചാലും ഒന്നുമില്ല, ആരെ വിളിച്ചാലും ഒന്നുമില്ല, അതെല്ലാം എന്റെ അംശങ്ങൾ മാത്രമാണ്. ആരെ വേണേലും നിങ്ങൾ വിളിച്ചു, ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഞാനാണ് തരേണ്ടത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇവിടെ പറയുന്നു, യദ്യത് വിഭൂതിമത് സത്വം ശ്രീമത് ഊർജിതമേവ തത്തത് ഏവാവഗസ്യത്വം മമ തേജോംശ സംഭവം. എന്റെ തേജസ്സിൻ്റെതായ അംശങ്ങൾ മാത്രമാണ് ഇവിടെ ഈ കാണുന്ന സർവ്വതും എന്ന് ഏത് ശ്ലോകത്തിൽ പറഞ്ഞു? 10:41 ഭഗവാൻ ഭഗവത്ഗീതയിൽ നമുക്ക് അറിവ് തരുന്നുണ്ട്. എന്നുവെച്ചാൽ എത്രമാത്രം ഐശ്വര്യം വിളങ്ങുന്നതാണെങ്കിലും ഊർജം തരുന്നതാണെങ്കിലും എത്രമാത്രം മനോഹരമായിട്ടുള്ളതാണെങ്കിലും എന്ത് തന്നെയായാലും ശരി അതെല്ലാം എൻ്റെ അംശങ്ങൾ മാത്രമാണ്. അല്ലാതെ ഒന്നും തന്നെ ഈ പ്രപഞ്ചം എന്ന് പറയുന്ന പ്രകൃതിയുടെ കയ്യിൽ ഇല്ല എന്നുള്ളത് നിങ്ങൾ അറിയണം എന്നുള്ളതാണ്. അപ്പൊ തേജസ്സുറ്റതാകാം, ഏത് സൃഷ്ടിയുമാകാം, അതെല്ലാം ഞാൻ തരാതെ ഒന്നും കിട്ടുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെ അർജുനന് ഒരുപാട് കാര്യങ്ങൾ ഭഗവാൻ നൽകിയിരുന്നു. അതെന്തിനായിരുന്നു? ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയായിരുന്നു. ആ ഉദ്ദേശം തീർന്നു, അതെല്ലാം തിരിച്ചെടുക്കുകയും ചെയ്തു. അപ്പം ഭഗവാൻ ആ സഖി എന്നുള്ള സ്ഥാനം ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല, ആ സഖ്യഭാവം ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. പക്ഷേ ആവശ്യത്തിനാണ് ഓരോന്നും നമുക്ക് തരുന്നത് എന്ന് നമ്മളെ മനസ്സിലാക്കി തരികയാണ് ഇവിടെ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളൊക്കെ ഇവിടെ കണ്ടത് അത് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, ബഹൂനി മേ വ്യതീതാനി ജന്മാനി തവച അർജുന. ആ ഒരു ശ്ലോകം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ആ ശ്ലോകത്തിലും ഭഗവാൻ എന്താ പറയുന്നത്? ഇപ്പൊ ഈ കാണുന്നതെല്ലാം തന്നെയും
അർജുന, എന്റെ അംശങ്ങളല്ലാതെ വേറെ ഒന്നും ഇവിടെ ഇല്ല എന്നുള്ളത് നീ മനസ്സിലാക്കണം എന്നുള്ളതാണ്. അപ്പം തന്നിഹം വേദസർവാണി തത്വം വേദ പരന്തപ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ഭഗവാനും അദ്ദേഹത്തിന്റെ ശാശ്വത സഹചാരികളും പലതവണ ഭൂമിയിൽ അവതരിച്ചിരുന്നു. ഭഗവാൻ ആ സമസ്ത അവതാരങ്ങളെ കുറിച്ചും വ്യക്തമായി ഓർക്കാൻ കഴിയും. എന്നാൽ ബാക്കിയുള്ളവർക്ക് അതിന് കഴിയയില്ല. അർജുന, നിനക്കതിന് കഴിയില്ല എന്ന് നേരത്തെ തന്നെ 4-ാം അധ്യായത്തിൽ തന്നെ ഭഗവാൻ പറഞ്ഞിരുന്നു. അപ്പം നിനക്ക് എന്ന് പറയുമ്പോൾ ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട സഖി, ഏറ്റവും അടുത്ത ആൾ, നരനാരായണനായി എപ്പോഴും കൂടെയുള്ള ആൾ, എന്നിട്ടും കഴിയുന്നില്ല എങ്കിൽ പിന്നെ സാധാരണയായ നമുക്ക് ആ അംശങ്ങൾക്കൊക്കെ, വിഭിന്നാംശങ്ങൾക്കൊക്കെ എങ്ങനെയാണ് കഴിയുക? അപ്പൊ ഇവിടെ ഭഗവാന്റെ പരമേച്ഛയാൽ അദ്ദേഹത്തിന്റെ സഹജന്മാരായിട്ടുള്ള ഭഗവാൻ ഉദ്ദേശിക്കുന്നതാണ് അതെല്ലാം വിസ്മരിപ്പിക്കുക. കാരണം എന്തുകൊണ്ട്? സാധാരണക്കാരായ നമ്മൾക്ക് ഈ ആദ്യ തൊട്ടുള്ളതെല്ലാം കൂടി ഓർത്തിരുന്നാൽ നമുക്ക് ജീവിച്ചു പോകാൻ പറ്റിയില്ല. ആ ഓർമ്മയെല്ലാം കൂടെ നമ്മുടെ മനസ്സിൽ വന്നാൽ നമുക്ക് ഈ പ്രപഞ്ചത്തിൽ കഴിയാൻ പറ്റിയില്ല. അതുകൊണ്ട് ഭഗവാന്റെ കാരുണ്യത്താലാണ് അതെല്ലാം മാറ്റിയെടുക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ അതുപോലെ അർജുനനിൽ നിക്ഷിപ്തമായിരുന്ന ഒരു ദൗത്യമുണ്ടായിരുന്നു. നേരത്തെ തന്നെ ഭഗവാൻ പറഞ്ഞു, എന്താണ്? ഞാൻ ഇവരെയെല്ലാം വധിച്ചു കഴിഞ്ഞു, നീ അതിനൊരു ഇൻസ്ട്രുമെന്റ് ആയാൽ മതി, നീ വധിച്ചോളൂ എന്നൊക്കെ സമ്മതിച്ചു. അപ്പൊ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഭഗവാൻ എന്താണ്, നീ ആ ഒരു ദൗത്യം ഏൽപ്പിച്ചു. ആ ദൗത്യം ഏൽപ്പിച്ചപ്പോൾ അതിനാവശ്യമായ വസ്തുക്കളൊക്കെ കൊടുത്തു. അപ്പൊ അങ്ങനെ ആ ആവശ്യങ്ങൾക്ക് ആ ദൗത്യം കഴിഞ്ഞു, അതെല്ലാം തിരിച്ചെടുക്കുകയും ചെയ്തു എന്ന് ഇവിടുന്ന് നമുക്ക് മനസ്സിലാക്കാൻ. പിന്നെ അതുപോലെ ഇവിടെ പറഞ്ഞത്, ഇനി ഭഗവത് ധാമത്തിലേക്ക് അഥവാ ഭഗവത് സന്നിധിയിലേക്ക് മടങ്ങിച്ചെല്ലാൻ ഉദ്ദേശിച്ചുള്ളതുമായിരുന്നു അവയൊക്കെ. എന്തുകൊണ്ട് ഇതെല്ലാം തിരിച്ചെടുത്തു എന്ന് ചോദിച്ചാൽ, ഇത് ആ ഒരു സാഹചര്യത്തിന് വേണ്ടിയുള്ളതാണ്. ഈ കൊടുത്ത ഗാന്ധിയവും എല്ലാം തന്നെ. അത് കഴിഞ്ഞിട്ട് അതിനെ ഒരിക്കലും തിരിച്ചു കൊണ്ടുപോകാമെന്നും ഭഗവാൻ ഉദ്ദേശിച്ചില്ല. ഭഗവത് ധാമത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകണമെന്നും ഭഗവാൻ കരുതിയില്ല. അതുകൊണ്ടാണ് അത് പിൻവലിച്ചത് എന്നുള്ളതാണ്. അല്ലായിരുന്നെങ്കിൽ അതിനോടൊപ്പം അവ കൂടി അങ്ങ് തിരിച്ചു കൊണ്ടുപോകാൻ കഴിയുമായിരുന്നു. ഭഗവാൻ അത് കരുതിയില്ല എന്നുള്ളതാണ്. അപ്പൊ ഭഗവാനിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു അനുഗ്രഹത്തിൽ, ശക്തിയിൽ, ഭഗവാനിൽ നിന്ന് കിട്ടുന്ന എല്ലാ അനുഗ്രഹമാണ്. അപ്പൊ ആ കിട്ടുന്നതിൽ നമ്മൾ ഒരിക്കലും അഹങ്കരിക്കരുതേ. നമുക്ക് ചിലപ്പോൾ നല്ല വളരെ ഉന്നതമായ ഒരു ജോലിയായിരിക്കാം നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു വീടായിരിക്കാം, അല്ലെങ്കിൽ കൊട്ടാരമായിരിക്കാം, ഒരുപാട് കാറുകളോ അല്ലെങ്കിൽ പ്ലെയിൻ തന്നെയോ നമുക്കുണ്ടായിരിക്കാം. എല്ലാ തരത്തിലുമുള്ള സൗകര്യങ്ങളെല്ലാം നമുക്കുണ്ടായിരിക്കാം. ഇതെല്ലാം ഭഗവാൻ നമ്മുടെ കർമ്മം അനുസരിച്ച് നമുക്ക് തന്നതാണ്. പക്ഷെ ഏത് സമയത്ത് വേണമെങ്കിലും അത് ഭഗവാന് തിരിച്ചെടുക്കാനുള്ള ഒരു കഴിവുണ്ട്, അല്ലെങ്കിൽ ഭഗവാൻ അത് തിരിച്ചെടുത്തേക്കാം എന്നുള്ള ഒരു ചിന്ത നമ്മളിൽ ഉണ്ടാകണം. അതിനനുസരിച്ച് വേണം നമ്മുടെ മനസ്സിനെ നമ്മൾ വളർത്തിയെടുത്തു കൊണ്ടുവരാൻ. അല്ലാതെ പോകുമ്പോഴേക്കും നമ്മളെ പാടിത്തളർന്ന് വീഴുകയല്ല, ഭഗവാന്റെ ഇച്ഛയാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവും നമുക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ ഭഗവത് തരുന്ന വസ്തുക്കളിൽ ആ ശക്തിയിൽ നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല. ഇതൊക്കെയാണ് ഇവിടെ ഈ ശ്ലോകത്തിലെ കഴിഞ്ഞ ദിവസം പഠിച്ച ശ്ലോകത്തിൽ നമുക്ക് ശ്രീല പ്രഭുപാദര് തന്നിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ നമുക്കിനി അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. ഹരേ കൃഷ്ണ. എല്ലാവരും ഉണ്ടോ? അതോ എല്ലാവരും ഉറങ്ങിപ്പോയോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഉണ്ട് മാതാജി. ഹരേ കൃഷ്ണ. എല്ലാവരും കേൾക്കും, പക്ഷെ എല്ലാവരും മറന്നു പോകുന്ന എന്നോട് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? ഹരേ കൃഷ്ണ. പിന്നെയും ശ്ലോകം 6 നമുക്ക് കടക്കാം. യസ്യ ക്ഷണവിയോഗേന ലോകോ ഹി അപ്രിയദർശനഃ ഉക്തേന മഹിതോ ഹ്യേഷ മൃതക പ്രോച്യതേ യഥാ. യസ്യ ക്ഷണവിയോഗേന ലോകോ ഹി അപ്രിയദർശനഃ ഉക്തേന രഹിതോ ഹ്യേഷ മൃതക പ്രോച്യതേ യഥാ. യസ്യ ക്ഷണവിയോഗേന യസ്യ ക്ഷണവിയോഗേന ലോകോ ഹി അപ്രിയദർശന. ഹ്യപ്രിയദർശന എന്ന് പറയുമ്പോ പിരിക്കുമ്പോഴാണ് ഹി അപ്രിയദർശന എന്ന് പറയുന്നത്. ലോകോ ഹി അപ്രിയദർശന. പിന്നെന്താണ്? ഉക്തേന രഹിതോ ഹ്യേഷ മൃതകഃ. ഉക്തേന രഹിതോ. അപ്പൊ ഉക്തേന രഹിതഃ ഹി ഏഷ. ഹ്യേഷ എന്നുള്ളതിനെ പിരിക്കുമ്പോ ഹി ഏഷ മൃതകഃ പ്രോച്യതേ യഥ. ഇത്രയും വാക്കുകളാണ് അവിടെ ഉള്ളത്. യസ്യ എന്ന് പറഞ്ഞാൽ ആരുടെ,
ആരുടേതാണ് എന്നുള്ള യസ്യ. ക്ഷണം എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ ക്ഷണം തന്നെ, ഒരു നിമിഷം. വിയോഗേന, വിയോഗത്താൽ, ലോകഹ, ഈ പ്രപഞ്ചങ്ങളെല്ലാം, ഹി, നിശ്ചയമായും, അപ്രിയദർശനഃ, സർവതും പ്രതികൂലമായി കാണപ്പെടുന്നത്, അപ്രിയമായിട്ട് കാണപ്പെടുന്നത്. ഉക്തേന, ഉക്തേന ജീവിതത്തിൽ, രഹിത, ശൂന്യമാക്കപ്പെടുകയാൽ, രഹിത ഒന്നും ഇല്ലാതാക്കപ്പെടുകയാൽ എന്നുള്ളത്. ഹി, നിശ്ചയമായും, യേഷ, ഈ ശരീരങ്ങളൊക്കെ, മൃതക, മൃതശരീരത്തെ പോലെ, പ്രോച്യതേ യഥ, നിർദ്ദേശിച്ചിരിക്കുന്നത് പോലെ. അപ്പം യസ്യ ക്ഷണ വിയോഗേന ലോകോ ഹി അപ്രിയദർശനഃ ഉക്തേന രഹിതോ ഹ്യേഷ മൃതകഃ പ്രോച്യതേ യഥാ. ഹരേ കൃഷ്ണ. ट्रांसलेशन purport by श्री भक्तिवेदांत स्वामी श्रीला प्रभुपाद की जय, गुरुदेव की जय, प्रभुपाद की जय. वंदेहम श्री गुरो श्रीयुतपदकमलं श्री गुरुन् वैष्णवंश्च श्रीरूपं सात्वजातं सहगण रघुनाथान्वितं तं सजीवं सात्वेदं सावधूतं परिजनसहितं कृष्ण चैतन्यदेवं श्री राधा कृष्ण पादान् सहगण ललिता श्री विशाखान्वितंश्च. हे कृष्ण करुणा सिन्धो दीनबन्धो जगत्पते देश गोपिकान्ता राधाकान्ता नमस्ते. गौरांगी राधे वृंदावनेश्वरी वंशाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमः. हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे. അപ്പൊ നമ്മള് അതിന്റെ വിവർത്തനം നോക്കാം. ആരുടെ ഒരു നിമിഷത്തെ പോലും വിയോഗം ഈ അഖില പ്രപഞ്ചത്തെയും ജീവനില്ലാത്ത ശരീരം എന്ന പോലെ അപ്രിയവും ശൂന്യവുമാക്കി മാറ്റുമോ, എനിക്ക് അദ്ദേഹം നിശ്ചയമായി നഷ്ടമായി. ഇത്രേ ആലോചിച്ചിട്ട് വളരെ ഗത്യതകണ്ഠനായിട്ട് അവിടെ ഇരുന്ന് ഒന്നും പറയാൻ വയ്യാത്ത ഒരവസ്ഥ ഇരുന്നിട്ട് സഡനായിട്ട് അങ്ങ് പറയുകയാണ്. അപ്പം ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അവസാനം ചോദിച്ചു ഭഗവാൻ പോയോ എന്ന് പോലും യുധിഷ്ഠിരൻ ചോദിച്ചു. അപ്പോഴാണ് ആൻസർ വരുന്നത്. എന്താണ്? ആരുടെ വിയോഗമാണോ എനിക്ക് ഒരു നിമിഷത്തേക്ക് പോലും താങ്ങാൻ പറ്റാത്തത്, ആ അഖില പ്രപഞ്ചത്തെയും ജീവനില്ലാത്ത ശരീരം എന്ന പോലെ അപ്രിയവും ശൂന്യവുമാക്കി. അപ്പൊ ആരിവിടെ ഇല്ലാതെ വന്നാലാണോ, ആരെന്റെ കൂടെ ഇല്ലാതെ വന്നാലാണോ എനിക്ക് ഈ അഖില പ്രപഞ്ചവും ഒരു ജീവനില്ലാതെ തോന്നിക്കുന്നത്? അങ്ങനെ അതിനെ അപ്രിയവും ശൂന്യവുമാക്കി ഒന്നും അല്ലാത്തതുപോലെ എനിക്ക് തോന്നുന്നത്. അങ്ങനെയുള്ള അദ്ദേഹം പോയി. എനിക്ക് അദ്ദേഹം നിജമായും നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു, അദ്ദേഹം എന്നിൽ നിന്നും പോയി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭഗവാന്റെ വിയോഗം കൊണ്ട് അർജുനൻ ആ സമയത്ത് തോന്നിയത് എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു, ഇനി ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ യാതൊരു കാര്യവുമില്ല, ഈ പ്രപഞ്ചം തന്നെ എനിക്ക് അപ്രിയമായിരിക്കുന്നു, എനിക്ക് ശൂന്യവുമായി തോന്നുന്നു എന്നാണ് ഇവിടെ പറഞ്ഞത്. ഹരേ കൃഷ്ണ. ശ്ലോകം വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. യസ്യ ക്ഷണവിയോഗേന ലോകോ ഹ്യപ്രിയദർശന ഉക്തേന രഹിതോ യേഷ മൃതകാ പ്രോച്യത്തെ യഥാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വായിച്ചോട്ടെ മാതാജി? വായിച്ചോളൂ. ഭഗവതേ വാസുദേവായ. ക്ഷണവിയോഗേന ലോകോഹ്യ അപ്രിയദർശനഃ ഉക്തേന രഹിതോ ഹേർഷ മാതൃകാ പ്രോച്യതേ യഥാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാതാജി ശ്ലോകം ഏതിലാണെന്ന് പറയുമോ? ശ്ലോകം ഏതാ? ശ്ലോകം 6 മതി. വായിക്കട്ടെ മാതാജി. ഹരേ കൃഷ്ണ. അധ്യായം മാതാജി, അധ്യായം 15. 15:6. ഓക്കെ. ഹരേ കൃഷ്ണ. ഭഗവതേ വാസുദേവായ. യസ്യ ക്ഷണവിയോഗേന ലോകോ ഹ്യപ്രിയദർശന ഉഗ്ധേന മഹിതോ ഹൃഷ്യേമ മൃതഃ പ്രോച്യതേ യഥാ. ഹരേ കൃഷ്ണ. തേന രഹിതോ യേഷ മൃതക പ്രോച്യതേ യഥാ എന്നാണ്. അപ്പൊ നമ്മളെ സാധാരണ നിലയില് നമ്മളൊക്കെ ഇപ്പൊ അർജുനൻ മാത്രമല്ല, അർജുന് ഭഗവാൻ പോയപ്പോഴുണ്ടായ ആ ഒരു വൈഷമ്യമാണ് ഇവിടെ പറയുന്നത്, അല്ലെ? അപ്പോഴേ
നമ്മൾ സാധാരണക്കാരായാലും നമുക്ക് ചിലപ്പോൾ ചിലതൊന്നും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ നമ്മളിലുണ്ടാകും. ചില സമയത്ത് ഞാൻ അതുകൊണ്ടാണ് നിങ്ങളെല്ലാം മായയിൽപ്പെട്ടു പോയിരിക്കുകയാണെന്ന് പറഞ്ഞ ഓർമ്മശക്തിയൊക്കെ നഷ്ടപ്പെട്ടു പോയി. അപ്പൊ അങ്ങനെ ചില സമയത്ത് നമ്മൾക്ക് ചിലത് എന്താണ് കുറച്ചു മുമ്പ് സംഭവിച്ചത് എന്താണെന്ന് പോലും നമുക്ക് ഓർത്തെടുക്കാൻ ചിലപ്പോൾ പ്രയാസമായിരിക്കും. ഇന്ന് വൈകിട്ട് നമ്മൾ ചോദിക്കാം ഇന്ന് രാവിലെ കഴിച്ച ആഹാരം എന്താണെന്ന് ചോദിച്ചാൽ പോലും നമുക്ക് ചിലപ്പോഴേ അതും ഓർത്തെടുക്കാൻ പ്രയാസമായിട്ട് മാറും. അപ്പം നമ്മൾ മിക്കവാറും ഒക്കെ മായയിൽപ്പെടുന്ന ആൾക്കാരാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് എന്താണ് കുഴപ്പമെന്ന് ചോദിക്കും. മായ നമ്മളെ സഹായിക്കില്ലേ എന്നൊക്കെ ചോദിക്കാം, ചോദ്യങ്ങൾ വരാം. പക്ഷേ എന്നിരുന്നാൽ തന്നെയും അവിടെ ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. എങ്ങനെയുള്ള പ്രശ്നമാണ്? ഈ മായയിലാകുമ്പോഴേ നമ്മൾ പലപ്പോഴും നമ്മുടെ ബുദ്ധി ശരിക്ക് വർക്ക് ചെയ്യാതെ നമ്മൾ തെറ്റ് ചെയ്യാനുള്ള പ്രവണത അവിടെ നമുക്ക് ഉണ്ടാകും. അപ്പൊ ആ ഒരു ഇല്യൂഷനിലാകുമ്പോഴേക്ക് നമ്മള് തെറ്റ് ചെയ്യാനുള്ള പ്രവണത വരും. അപ്പൊ ഈ തെറ്റ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ മനസ്സിന് അപ്പൊ അത് തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ അയ്യോ തെറ്റ് ചെയ്തു പോയല്ലോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതും അപ്പൊ അതിനെ നമ്മൾ മറയ്ക്കാൻ നോക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ചീറ്റിങ്ങിൽ പെടാറുണ്ട്. അപ്പൊ നമ്മളെ തന്നെ ചീറ്റിങ്ങിലാക്കുന്ന ഒരു പ്രതീതി അവിടെ ഉണ്ടാകാറുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമുക്ക് സെൻസസ് ഇന്ദ്രിയങ്ങൾ ഇംപെർഫെക്റ്റ് ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് നമ്മൾ മായയിൽ പെട്ടുപോകുന്നതെന്ന് നമുക്കറിയാം. തെറ്റുപറ്റാനുള്ള സാഹചര്യം നമുക്കുണ്ട്. പക്ഷെ തെറ്റ് പറ്റിക്കഴിയുമ്പോൾ നമ്മൾ അതിനെ മറയ്ക്കാൻ നോക്കി. ഇതൊക്കെ സാധാരണ ജീവിയുടെ ഒരു സ്വഭാവമാണ്. അപ്പൊ അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ ചീറ്റിങ്ങിലാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ പലപ്പോഴും നമ്മള് ഒരു സാധാരണ ജീവിക്കുണ്ടാകുന്ന ഒരിതാണ്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ എപ്പോഴും എങ്ങനെ നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാം എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഭഗവാനിൽ തന്നെ നമ്മുടെ മനസ്സിനെ ഉറപ്പിച്ച് നിർത്തേണ്ടതായിട്ട് ഉണ്ടെന്നാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാലേ നമുക്കിവിടെ അതിൽ നിന്ന് ഒരു രക്ഷ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് കാണുന്നത്. അപ്പൊ ഏത് സമയത്തും എങ്ങനെയായാലും എല്ലാം ഭഗവാന്റെ കാര്യങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇപ്പം അതിന്റെ ഭാവാർത്ഥം കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഭാവാർത്ഥം എന്ന് പറയുന്നത് അതാരെങ്കിലും ഒന്ന് വായിക്കണം. കാരണം ആ ഭാവാർത്ഥം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ആരുടെയും ആ പുസ്തകം ഉള്ളത് എന്ന് വായിക്കൂ. ഹരേ കൃഷ്ണ മാതാജി, ഞാൻ വായിക്കട്ടെ? വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭാവാർത്ഥം: യഥാർത്ഥത്തിൽ ഒരു ജീവാത്മാവിന് ഭഗവാനേക്കാൾ പ്രിയപ്പെട്ടവനായി ആരും തന്നെയില്ല. ഭഗവാൻ അസംഖ്യം അവിഭാജ്യ ഘടകങ്ങളായി സ്വാംശങ്ങൾ എന്ന പോലെയും വിഭിന്ന അംശങ്ങളെ പോലെയും സ്വയം വിസ്തരിക്കുന്നു. പരമാത്മാവ് ഭഗവാന്റെ സ്വാംശ ഭാഗമാവുന്നു. അതേസമയം ജീവാത്മാക്കൾ വിഭിന്ന അംശ ഭാഗങ്ങളാകുന്നു. ഭൗതിക ശരീരത്തിന്റെ പ്രധാന ഘടകം ജീവാത്മാവാകയാൽ ആത്മാവില്ലാത്ത ശരീരം മൂല്യമില്ലാത്തതാകുന്നത് പോലെ പരമാത്മാവില്ലാത്ത പക്ഷം ജീവാത്മാവിന് അസ്തിത്വമില്ല. അതുപോലെ ബ്രഹ്മന് അഥവാ പരമാത്മാവിന് ശ്രീകൃഷ്ണനില്ലാതെ അസ്തിത്വമില്ല. ഈ വസ്തുതയെക്കുറിച്ച് സവിസ്തരമായി ഭഗവത്ഗീതയിൽ പ്രതിപാദിച്ചിരിക്കുന്നു. അവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു, അഥവാ പരസ്പരം ആശ്രയിച്ചു നിൽക്കുന്ന ഘടകങ്ങൾ ആണ് അവയെല്ലാം. ആകയാൽ ഭഗവാൻ പരമോന്നതനും സർവ്വതിന്റെയും ജീവനും ആധാരമായ അടിസ്ഥാന ശക്തിയുമാണെന്നാണ് അന്തിമ നിർണയം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പം ഒരു ജീവാത്മാവിന് ഏറ്റവും പ്രിയപ്പെട്ട ഭഗവാൻ തന്നെയാണ്. അത് നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആ ഭഗവാൻ എന്ന് പറയുന്ന ആ ഭഗവാൻ നമ്മുടെ കൂടെ തന്നെ അസംഖ്യം ഘടകങ്ങളായി, ഇത് നേരത്തെ നമ്മൾ പഠിച്ചതാ, സ്വാംശങ്ങൾ എന്ന പോലെയും വിഭിന്നാംശങ്ങൾ എന്ന പോലെയും സ്വയം വിസ്തരിക്കുന്നു. അപ്പം സ്വാംശങ്ങളായിട്ടും നമുക്ക് കാണാം, അതുപോലെ പിന്നെ ഏത് രീതിയിലും കാണാം, വിഭിന്നാംശങ്ങളായിട്ടും കാണാം. അതൊന്ന് പറയുക ആരെങ്കിലും. ഞാൻ പഠിച്ചതാ, പറഞ്ഞോളൂ. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? സാംശങ്ങൾ എന്താണ്? വിഭിന്നാംശങ്ങൾ എന്താണ്? പഠിച്ചതാ. വല്ല ഫലം ഉണ്ടോ നോക്കട്ടെ പഠിച്ചതിനകത്ത്. ഞാന് ഭഗവാന്റെ സ്വാംശം എന്ന് പറയുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണനായിട്ട് അവതരിക്കുന്നത്. സാംശം അങ്ങനെയല്ല. സാംശം എന്ന് പറയുന്നത് ഭഗവാനിൽ നിന്ന് സ്വന്തമായിട്ട് ഉടനടി ഭഗവാൻ വിവിധ രൂപങ്ങൾ എടുക്കും. ഭഗവാന്റെ പ്രത്യേകതകൾക്കനുസരിച്ച് ഓരോ സമയത്തും ഭഗവാന്റെ വിവിധമായിട്ടുള്ള ആ പ്രത്യേകതകൾക്കനുസരിച്ച് ഭഗവാൻ
അടുത്ത എക്സ്പാൻഷൻ എടുക്കുന്നതിന് നമ്മൾ സ്വാംശം എന്ന് പറയും. സ്വാംശം നമുക്ക് പല രീതിയിൽ നമുക്ക് എടുക്കാൻ കഴിയും. സ്വാംശം ഭഗവാന്റെ അംശം, ഭഗവാനിൽ നിന്ന് അടുത്ത് വരുന്ന ആ ഭഗവാൻ എടുക്കുന്ന തൊട്ടടുത്തുള്ള അവതാരങ്ങളെ, അവതാരം എന്ന് പറയാൻ പറ്റത്തില്ല, തൊട്ടടുത്ത് ഭഗവാനുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾകളെ, ഓരോ ഇത് വരുമ്പോഴും ഓരോന്നായി ഭഗവാൻ മാറുമ്പോഴും അതിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന, ഇപ്പൊ ഒരു സ്വാംശം ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. എന്താണ്? ബലരാമൻ ഭഗവാന്റെ സ്വാംശമാണ്, ബാക്കിയെല്ലാം കലകളാണ് എന്ന് പറഞ്ഞു തന്നു. അപ്പൊ സ്വാംശവും കലയും തമ്മിലുള്ള വ്യത്യാസം ഇമ്മീഡിയറ്റ് എക്സ്പാൻഷൻ ആണ് എന്ത്? ബലരാമൻ എന്നുള്ളത്. അത് വേറൊരർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ തന്നിരിക്കുന്ന അർത്ഥത്തിലല്ല. അപ്പം ഇവിടെ അതൊരു സ്വാംശമാണ്. സ്വാംശം എന്ന് പറയുന്നത് ഭഗവാന് ഉടനടി എടുത്ത ആ ഇമ്മീഡിയറ്റ് എക്സ്പാൻഷൻ, അതിനെയാണ് നമ്മൾ സ്വാംശം എന്ന് അന്ന് പഠിച്ചത്. അപ്പൊ പലയിടത്ത് പലതാണ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പലയിടത്തും പല തെറ്റുകളും നമുക്ക് പറ്റാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ ആ സ്വാംശം അങ്ങനെയാണ്. അപ്പം ഭഗവാനിൽ നിന്ന് വരുന്ന അടുത്ത എക്സ്പാൻഷൻ ബലരാമനായതുകൊണ്ട് അത് സ്വാംശമായി. ഞാൻ പിന്നെ എന്തു പറഞ്ഞു? ബലരാമനിൽ നിന്ന് പിന്നെ താഴോട്ട് വരുന്നതെല്ലാം എന്താണ്? കലകളാണ്, അവതാരങ്ങളാണ് എന്ന് പറഞ്ഞു തന്നു. അത് വേറൊരു സൈഡ്. ഇവിടെ ഈ സ്വാംശം എന്ന് പറയുന്നത് ഭഗവാൻ അസംഖ്യം അവിഭാജ്യ ഘടകങ്ങളായി സ്വാംശങ്ങൾ എന്ന പോലെയും വിഭിന്നാംശങ്ങൾ എന്ന പോലെയും സ്വയം വിസ്തരിക്കുന്നു എന്നാണ്. അപ്പം ഒരു നിങ്ങളെ വിലാസത്തെക്കുറിച്ചും സ്വയം രൂപത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു തന്നു, തദേഹാത്മക രൂപത്തെക്കുറിച്ച് പറഞ്ഞു തന്നു, ആവേശ രൂപത്തെക്കുറിച്ചും പറഞ്ഞു തന്നു. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? സ്വയം രൂപം എന്താണ്, സ്വയം പ്രകാശം എന്താണ് എന്നൊക്കെ പറഞ്ഞു തന്ന ഓർമ്മയുണ്ടോ? മറന്നുപോയി അല്ലേ? ഞങ്ങൾ മായയ്ക്ക് അടിമപ്പെട്ടു പോയി. എന്ത് ചെയ്യാനാ അല്ലേ? സ്വയം രൂപം ഭഗവാൻ ശ്രീകൃഷ്ണനായിട്ട് അവതരിച്ചത്. സ്വയം രൂപം, സ്വയം പ്രകാശം. സ്വയം രൂപവും സ്വയം പ്രകാശവുമാണ് ഞാൻ പറഞ്ഞു തന്നത്. അതെന്തായിരുന്നു? 2 ഫീച്ചേഴ്സ് ആണ് ഭഗവാന്റെ, 2 സവിശേഷതകൾ. ഭഗവാന്റെ സവിശേഷതകൾ എണ്ണിയാൽ തീരാത്ത പോലെ സവിശേഷതകൾ ഭഗവാനുണ്ട്. അതിന്റെ ഓരോ ഭാവം ഭഗവാൻ എടുക്കുമ്പോഴും അതെല്ലാം അതിനനുസരിച്ച് മാറ്റങ്ങളും വരും. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമായിട്ടുള്ളത്. നമ്മുടെ ബുദ്ധിക്ക് അതീതമായിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ. ഇവിടെ ഭഗവാൻ പല ഫോംസ് എടുത്തപ്പം അതിൽ ആദ്യമായിട്ട് സ്വയം രൂപനായിരിക്കുന്ന ഭഗവാൻ എന്ന് പറഞ്ഞു. അതിന് ഞാൻ എക്സാമ്പിൾ തന്നു. ഒറിജിനൽ ഫോം ആണ് ഭഗവാന്റെ ഒറിജിനൽ ഫോമാണ് അത്. ആ ഒറിജിനൽ ഫോം എന്ന് പറയുന്നത് എന്താണ്? 2 കൈകളിലുള്ള, ഞാൻ ഇന്ന് എക്സാമ്പിൾ പറഞ്ഞത്, വേണുംകൊണന്തം അരവിന്ദ ദളായദാക്ഷം ബർഹാവതംസം അസിതാംബുദ സുന്ദരാംഗം കന്ദർപ്പകോടി കമനീയ വിശേഷ ശോഭം, അങ്ങനെയുള്ള ആ ഗോവിന്ദനാണ്. ഇതാണ് സ്വയം രൂപത്തിൽ നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ എടുക്കുമ്പോൾ ഒറിജിനൽ ഫോം അത് പലതായിട്ട് വരുന്നു, പലതായിട്ട് എടുക്കുന്നു. എവിടെയാണ്? 2 എക്സാമ്പിൾസ് ഞാൻ തന്നിട്ടുള്ളൂ. ആ ഒറിജിനൽ ഫോം 2ആയിട്ട്. അതൊക്കെ ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഭഗവാൻ ഒറിജിനൽ ഫോമിൽ, പക്ഷേ ഒരുപാടായിട്ട്. രാസനൃത്തത്തിന് ഭഗവാൻ എടുത്ത എന്താ വെച്ചാൽ കോടാനുകോടി ഗോപികമാർക്ക് ഓരോരുത്തരും 2 ഗോപികമാർക്ക് ഒരു കൃഷ്ണനായിരുന്നു. അങ്ങനെ കോടാനുകോടി ഗോപികമാർക്ക് അത്രയും കൃഷ്ണനായിട്ട് രൂപമെടുത്ത് ഒരു വ്യത്യാസവും അവിടെ ഇല്ല. ശ്യാമസുന്ദരനായി തന്നെ വേണു കയ്യിൽ പിടിച്ചുകൊണ്ട് അല്ലെ, ബർഹാപീഠം നടവരവപു കർണയോ കർണികാരം, ആ ഒരു ശ്ലോകം എടുക്കുമ്പോൾ അതേ രൂപത്തില് ഭഗവാൻ ഇങ്ങനെ പ്രകടമായി. അത് രാസനൃത്തത്തിൽ പ്രകടമായി. അതുപോലെ ഞാൻ പറഞ്ഞു, നാരദര് എന്താണ് ദ്വാരകയിൽ പോയിട്ട് ഓരോ കൊട്ടാരത്തിലും ചെന്ന് ഓരോ രാജ്ഞിമാരോട് കൂടി ഇരിക്കുന്ന ഭഗവാനെ കണ്ടു. അവിടെയും യാതൊരു വ്യത്യാസവും ഇല്ല. ഒരുപോലെ 16,108 കൃഷ്ണന്മാരെ ഒരേ രീതിയിൽ ഓരോ കൊട്ടാരത്തിലും രമിക്കുന്നതായി കണ്ടു. അപ്പൊ അത് എന്താണ്? സ്വയം രൂപമാണെന്ന് പറഞ്ഞു. അതുകൂടാതെ പിന്നെ എന്ത് പറഞ്ഞാനെ? സ്വയം പ്രകാശമുണ്ട് എന്നും പറഞ്ഞു. സ്വയം പ്രകാശം, വൈഭവ പ്രകാശം എന്നൊക്കെ പറഞ്ഞു. അതാരാണ്? ഒരു വ്യത്യാസമേ ഉള്ളൂ. എന്താണ്? ഭഗവാന്റെ നിറത്തിന് അല്പം വ്യത്യാസം. ഫീച്ചേഴ്സ് എല്ലാം ഒരുപോലെ ഇരുന്നു, വ്യത്യാസമേ ഉള്ളൂ. അങ്ങനെ പല ഭാവങ്ങളിൽ വൈഭവ പ്രകാശം, സ്വയം പ്രകാശം എന്ന് പറഞ്ഞു. ബോഡിലി കളറിൽ മാത്രം വ്യത്യാസം. പിന്നെ വേറെയുമുണ്ട്. ഇനിയും ഭഗവാൻ ആയുധം പിടിക്കുന്നത്, അതിലുള്ള വ്യത്യാസങ്ങള്, അങ്ങനെയൊക്കെ വെച്ചിട്ട് ഭഗവാനെ പലതായിട്ട് നമുക്ക് കാണാം. അപ്പം ഫീച്ചേഴ്സിൽ വ്യത്യാസം വരുമ്പോൾ ബലരാമനായിട്ട്, രൂപത്തിൽ ഒരു വ്യത്യാസവുമില്ലാതെ അതേ രൂപത്തിൽ നിൽക്കുമ്പോൾ സ്വയം രൂപ കൃഷ്ണനായിട്ട് ഒക്കെ നമുക്ക്
അറിയാൻ കഴിയും. അപ്പം സ്വയം പ്രകാശത്തിൽ വരുമ്പോഴേക്കും ആരായി മാറുന്നു? കൃഷ്ണൻ തന്നെയാണ് ഇപ്പുറത്തോട്ട് മാറിയത്. പക്ഷേ അത് സ്വയം പ്രകാശത്തിൽ വരുമ്പോഴേക്കും അത് ബലരാമനായിട്ട് മാറുന്നു എന്ന് നമുക്ക് അറിയാം. അപ്പൊ ഈ സ്വാംശം എന്ന് പറയുമ്പോൾ പേഴ്സണൽ എക്സ്പാൻഷൻ ആണെന്ന് ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഒരുപാട് വിശദീകരിച്ചിട്ടും കാര്യമൊന്നുമില്ല. അപ്പം പേഴ്സണൽ എക്സ്പാൻഷൻ ആണ് സ്വാംശം. അപ്പൊ പാസ്റ്റ് ടൈം എക്സ്പാൻഷനെ നമ്മൾ വിലാസം എന്ന് പറയും. വിലാസവും സ്വാംശവുമുണ്ട്. വിലാസം എന്ന് പറയുമ്പോൾ ഭഗവാന്റെ ലീലകൾക്കായി എടുക്കുന്ന എക്സ്പാൻഷൻ ഭാഗത്ത്, അതുപോലെ സ്വാംശങ്ങളായി പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഭഗവാൻ എടുക്കുന്നത് എന്താണ്? പേഴ്സണൽ എക്സ്പാൻഷൻ എന്ന് പറയും. അതിനെ നമ്മൾ സ്വാംശങ്ങളെന്നും പറയും. അപ്പം ഭഗവാന്റെ ഇൻകൺസീവബിൾ ആയിട്ടുള്ള പൊട്ടൻസി കൊണ്ട് വിവിധ സവിശേഷതകളോടി ധാരാളം രൂപം ഭഗവാൻ ഡിസ്പ്ലേ ചെയ്യുന്നു. അതിനെ നമ്മൾ വിലാസ വിഗ്രഹങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പൊ അത് ചിലപ്പോൾ അത് ഒറിജിനൽ ഫോമിൽ നിന്നും വ്യത്യാസം വരും. അപ്പൊ സ്വാംശം എന്ന് പറയുമ്പോൾ ഭഗവാൻ എടുക്കുന്ന വിഭിന്ന രൂപങ്ങളാണ്. വിലാസ വിഗ്രഹമാകാം, അല്ലെങ്കിൽ സ്വയം പ്രകാശമാകാം, പ്രഭവ പ്രകാശമാകാം, വൈഭവ പ്രകാശമാകാം. ഇതൊക്കെ അങ്ങനെ ഇതൊക്കെയും സ്വാംശങ്ങളിൽ വരും. അപ്പൊ ഭഗവാൻ അസംഖ്യം അവിഭാജ്യ ഘടകങ്ങളായി സാംശങ്ങൾ എന്ന പോലെയും വിഭിന്നാംശങ്ങൾ എന്ന പോലെയും. വിഭിന്നാംശം നമുക്കെല്ലാം അറിയാം. ആരാ വിഭിന്നാംശം? അതും അറിയില്ലേ? വിഭിന്നാംശോ ദേവീദേവന്മാര് വിഭിന്നാംശം എന്ന് പറയുന്നത് ജീവജാലങ്ങളാണ് മാതാജി. ഈ നമ്മളാണ് ജീവജാലങ്ങളായിട്ട്. അപ്പം സ്വയം വിസ്തരിക്കുന്നു. അപ്പം സാംശം എന്ന് പറയുമ്പോ ഭഗവാൻ എടുക്കുന്ന വിഭവ പ്രകാശമാകാം, സ്വയം പ്രകാശമാകാം, വിലാസമാകാം. ഇതൊക്കെയും അതുകൊണ്ട് ഓർത്തിരിക്കേണ്ട. സാംശം എന്ന് പറയുമ്പോൾ എന്താണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? സാംശം എന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ മനസ്സിൽ നിൽക്കാൻ വേണ്ടിയാണ് ഞാനത് പറഞ്ഞത്. വേറെ കൂടുതൽ പറഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാകുകയില്ല. അപ്പൊ പേഴ്സണൽ എക്സ്പാൻഷനും പിന്നെന്താണ് പാസ്റ്റ് ടൈം എക്സ്പാൻഷനും. പേഴ്സണൽ എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ സാംശത്തിൽ വരുന്നു എന്ന് ഓർക്കണം. പാസ്റ്റ് ടൈം എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ വിലാസത്തില് വരുന്നു എന്ന് ഓർത്തിരിക്കുക. ബാക്കി എല്ലാം കൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ല. വിഭിന്നാംശങ്ങളാണ് നമ്മളെന്ന് പറയുന്നത്. നമ്മൾ ഓരോ ജീവജാലങ്ങളും ഒരു എറുമ്പ് തൊട്ട് ബ്രഹ്മാവ് വരെയുള്ള എക്സ്പാൻഷൻസ് എല്ലാം. ഇനി അതില് പരമാത്മാവ് ഭഗവാന്റെ സ്വാംശ ഭാഗമാണ് എന്ന് പറയുന്നത്. പരമാത്മാവ് എന്ന് പറയുന്നത് ഭഗവാന്റെ സ്വാംശത്തിൽ വരുന്നു. അതേസമയം ജീവാത്മാക്കൾ വിഭിന്നാംശങ്ങളാകുന്നു എന്നും നമ്മൾ മറക്കാതിരിക്കുക. അപ്പം ഭൗതിക ശരീരത്തിന്റെ പ്രധാന ഘടകം എന്ന് പറയുന്ന ജീവാത്മാവാണ്. ആത്മാവില്ലാത്ത ശരീരം മൂല്യമില്ലാതാകുന്നത് പോലെ പരമാത്മാവില്ലാത്ത പക്ഷം ജീവാത്മാവിന് അസ്തിത്വമില്ല. നമ്മളെ നിലനിർത്തുന്നത് എന്താണ്? നമ്മൾ ജീവാത്മാവ് നമ്മൾ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നു. നമ്മൾ ഇവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ, അഥവാ പരമാത്മാവ് നമ്മളെ വിട്ടുപോവുകയാണെങ്കിൽ നമ്മൾ പിന്നെ വെറും വാഴത്തടിക്ക് തുല്യമാണ്. ആരും അത്രമാത്രം ഒരു ദിവസത്തിൽ കൂടുതൽ നമുക്ക് വെച്ചേക്കാനും പറ്റത്തില്ല. അതേ രീതിയിലായി മാറും. അപ്പൊ പരമാത്മാവ് വിട്ടുപോകുമ്പോൾ ജീവാത്മാവ് അതിനോടൊപ്പം അങ്ങ് പോകും. പിന്നെ ആ ശരീരം കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലാതെയായി തീരുകയും ചെയ്യും. അപ്പം അതുപോലെ നമ്മുടെ ശരീരം, നമുക്ക് പരമാത്മാവില്ലാതെ യാതൊരു അസ്തിത്വവും ഇല്ല. അതൊന്ന് മനസ്സിൽ ഉറപ്പിച്ച്. നമ്മളാകുന്ന ജീവാത്മാക്കൾക്ക് പരമാത്മാവില്ലാതെ യാതൊരു അസ്തിത്വവും ഇല്ല എന്നുള്ള ആ ഒറ്റ സെന്റൻസെങ്കിലും മനസ്സിൽ ഉറപ്പിക്കുക. അതുപോലെ ബ്രഹ്മൻ എന്ന് പറയുന്നത്, ബ്രഹ്മഭാവത്തെ കുറിച്ച് നമ്മൾ ആ പടം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ഭാഗത്ത് വരെ ജ്ഞാനികൾ എത്തത്തുള്ളൂ. എന്താണ് അതിന് പറഞ്ഞത്? ആ ഒരു ഭാഗത്തിന് എന്ത് പേര് പറഞ്ഞു? ജ്ഞാനികൾ എത്തുന്ന ഭാഗം ബ്രഹ്മജ്യോതിസ് എന്നൊക്കെ പറഞ്ഞു അല്ലെ? അപ്പം ബ്രഹ്മഭാവത്തിൽ വിശ്വസിക്കുന്നവര്, ഭഗവാന് ബ്രഹ്മനിൽ വിശ്വസിക്കുന്നവരെന്ന് വെച്ചാൽ ഭഗവാന് പേഴ്സണലായിട്ട് ഒരു രൂപമില്ല എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അപ്പൊ അവരാണ് കൂടുതലും. അങ്ങനെ ആ ഒരു ബ്രഹ്മന് അഥവാ അതുപോലെ പരമാത്മാവിന് പിന്നെ ആരില്ലാതെ? ശ്രീകൃഷ്ണ ഭഗവാൻ ഇല്ലാതെ അവിടെ അസ്തിത്വം ഇല്ല. ഭഗവാൻ ഉള്ളത് കൊണ്ടാണ് ആ ബ്രഹ്മഭാവം അവിടെ വരുന്നത്. അല്ലെങ്കിൽ ഭഗവാന്റെ തന്നെയാണ് പരമാത്മാവായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് കടക്കുന്നത്. അപ്പം പരമാത്മാവ് വേണമെങ്കിലും അതുപോലെ ബ്രഹ്മഭാവം വേണമെങ്കിലും രണ്ടിനും അടിസ്ഥാനമായിട്ട് എന്തു വേണം? ഭഗവാൻ ഉണ്ടാകണം. ഭഗവാൻ കൊടുക്കുന്ന കാരുണ്യമായി ബ്രഹ്മഭാവമായാലും ശരി, പരമാത്മ. അപ്പൊ ഭഗവാന്റെ രണ്ട് ഭാവങ്ങളാണ് ബ്രഹ്മനും
പരമാത്മാവും. അത് കിട്ടിയല്ലോ. അത് രണ്ട് ഭഗവാൻ ഇല്ലെങ്കിൽ ഇത് രണ്ടിനും യാതൊരു അസ്തിത്വവും ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഭഗവത്ഗീത മുഴുവൻ ഇതേക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനാണ് അതെല്ലാം, ആ ഒരു എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ഞാൻ തന്നെയാണ് എന്ന് ഭഗവത്ഗീതയിൽ ഓരോ ശ്ലോകങ്ങളും എടുത്ത് നമുക്ക് എടുത്ത് പറയാൻ കഴിയും. ഭഗവത്ഗീതയിൽ അവസാനം ഭഗവാൻ എന്താണ് 10ാം അധ്യായത്തിലെ ഭഗവാന്റെ തേജസ്വിറ്റതായി ഏതൊരു വിഭൂതിയെ കുറിച്ച് ഒക്കെ പറയുന്നുണ്ട്. അതിനകത്ത് എങ്ങനെയാണ് സീഡ് വേഴ്സസ് നിങ്ങൾക്ക് എല്ലാം അറിയാമായിരിക്കും. അതിലൊക്കെ ഞാൻ എങ്ങനെയാണ് ആ ഓരോ ഭാഗങ്ങളായിട്ട് പ്രപഞ്ചത്തെ നിലനിർത്തിക്കൊണ്ടു പോകുന്നത് എന്നൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ഭഗവത്ഗീതയിൽ ഇതെല്ലാം വിസ്തരിച്ചിട്ടുണ്ട്. അവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്, അല്ലെങ്കിൽ പരസ്പരം ആശ്രയിച്ച് നിൽക്കുകയാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ പരമോന്നതനും സർവ്വതിന്റെയും ജീവന ആധാരമായ അടിസ്ഥാന ശക്തിയുമാണ് ഭഗവാൻ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഭഗവാൻ ആരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുക. സർവ്വതിന്റെ അടിസ്ഥാന ശക്തി ഭഗവാനാണ്. ഭഗവാൻ ഇല്ലെങ്കിൽ ഇതൊന്നുമില്ല, നമ്മളുമില്ല, ബ്രഹ്മനുമില്ല, പരമാത്മാവും ഇല്ല. ഭഗവാൻ ഉള്ളത് കൊണ്ടാണ് ബ്രഹ്മഭാവമുള്ളത്, അതുപോലെ പരമാത്മഭാവമുള്ളത്, സാംശഭാവമുള്ളത്, നമ്മളും ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത്രയേ ഉള്ളൂ അവിടെ പറഞ്ഞു തന്നിരിക്കുന്നത്. ഹരേ കൃഷ്ണ. അടുത്ത ശ്ലോകത്തിലേക്ക് നമുക്ക് കടക്കാം. യത് സംശ്രയാത് ദ്രുപദഗേഹമുപാഗതാനാം രാജ്ഞാം സ്വയംവരമുഖേ സ്മരദുർമദാനാം തേജോഹൃതം ഖലു മയാഭിഹതശ്ച മത്സ്യ സജീകൃതേന ധനുഷാധിഗതാച കൃഷ്ണ. യത് സംശ്രയാത് ദ്രുപദഗേഹമുപാഗതാനാം രാജ്ഞാം സ്വയംവരമുഖേ സ്മരദുർമദാനാം തേജോഹൃതം ഖലു മനോഭിഹതശ്ച മത്സ്യ സജീകൃതേന ധനുഷാധിഗതാച കൃഷ്ണ. ഒരുപാട് വാക്കുകൾ നിറഞ്ഞിരിക്കുകയാണത്. യത് സംശ്രയാത്, അതിനെ ഒന്ന് പിരിക്കുക, ഒന്നുമില്ല. യത് എന്ന് വെച്ചാൽ ആരുടെ കൃപയാലാണോ. സംശ്രയാത്, സംശ്രയാത് എന്ന് പറഞ്ഞാൽ ശക്തിയാൽ. യത് സംശ്രയാത് ദ്രുപദഗേഹം, ദ്രുപദ രാജാവിന്റെ രാജ്യത്തെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ ദ്രുപദഗേഹം ഉപാഗതാനാം സമ്മേളിച്ചവരെല്ലാം രാജ്ഞാ സ്വയംവരമുഖേ സ്മരദുർമദാനാം. രാജ്ഞ എന്ന് വെച്ചാൽ രാജകുമാരന്മാരുടെ, അവിടെ സ്വയംവരത്തിനായി എത്തിയിരുന്ന രാജകുമാരന്മാരുടെ രാജ്ഞാ സ്വയംവരമുഖേ, സ്വയംവര ആഘോഷവേളയിൽ അല്ലെങ്കിൽ സ്വയംവരത്തിന് ഒരുക്കിയിരിക്കുന്ന ആ പ്രത്യേകമായ പന്തലിൽ എന്നുള്ളത്. പിന്നെ സ്മരദുർമദാനാം, ചിന്തയിൽ വിഷയാസക്തരായ. അപ്പൊ അവരോ രാജാക്കന്മാരുടെ എല്ലാം ചിന്ത ഒന്നിലാണ്, ഈ മനോഹരമായ ഈ സുന്ദരിയായ ദ്രൗപദിയെ ഏത് രീതിയിലും വിവാഹം കഴിച്ചു കിട്ടണം എന്നുള്ള ആഗ്രഹത്തിലാണ് അവരെല്ലാം വന്നിരിക്കുന്നത്. സ്മരദുർമ, ചിന്തയിൽ വിഷയത്തിൽ ആസക്തരായ. തേജസ് അല്ലെങ്കിൽ ശക്തി. ഹൃദം, ഹൃദം എന്ന് പറഞ്ഞാൽ പരാജയപ്പെടുത്തി, ഹൃദം. ഖലു, അതുപോലെ. പിന്നെ മയാഭിഹതശ്ച, അതിനെ പിരിക്കുമ്പോ മയ അഭിഹത. മയ എന്ന് പറഞ്ഞ എന്നിലൂടെ, ഞാൻ എന്നുള്ള അർത്ഥമുള്ള ആരെ, അർജുനൻ. അഭിഹത, ഭേദിച്ചു, അതിനെ ഞാൻ ഭേദിച്ചു. മത്സ്യം ലക്ഷ്യമായ. സജീകൃതേന ഇവിടെ വില്ല് കുലുക്കി, വില്ല് കുലച്ച്. ധനുഷ, ആ ധനുസാൽ. അധികത, നേടി. കൃഷ്ണ എന്ന് പറഞ്ഞാൽ ദ്രൗപദി. ഇവിടെ കൃഷ്ണ ദ്രൗപദിയാണ്. ചിലയിടത്ത് അർജുനനെ കൃഷ്ണ എന്ന് പറയും, ചിലയിടത്ത് ദ്രൗപദിയെ കൃഷ്ണ എന്ന് പറയും. അതിനനുസരിച്ച് അർത്ഥം അനുസരിച്ച് എടുക്കണം. അപ്പം പറയുകയാണ്, ദ്രുപദ രാജാവിന്റെ പുത്രിയുടെ കാര്യമാണ് പറയുന്നത്. ആരുടെ കൃപ കൊണ്ടാണോ, ആരുടെ ശക്തിയാലാണോ, എന്താണ് ദ്രുപദപുത്രി, ആ കൊട്ടാരത്തിൽ ദ്രുപദ രാജാവിന്റെ പുത്രിയായ ദ്രൗപദിയുടെ സ്വയംവരത്തിൽ പങ്കെടുക്കാനെത്തിയ വിഷയലംബടന്മാരായ രാജകുമാരന്മാരെ പരാജയപ്പെടുത്താൻ എനിക്ക് സാധ്യമായത് ആ ഭഗവാന്റെ കൃപാശക്തിയാൽ മാത്രമാകും. ധനുസിന്റെയും ബാണത്തിന്റെയും സഹായത്താൽ എനിക്ക് ലക്ഷ്യമായ മത്സ്യത്തെ ഭേദിക്കാനും അപ്രകാരം ദ്രൗപദിയുടെ കരം ഗ്രഹിക്കാനും കഴിഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ആരുടെ കൃപ കൊണ്ടാണോ എനിക്ക് ദ്രൗപദിയുടെ സ്വയംവരത്തിൽ പങ്കെടുക്കാൻ എത്തിയവരെ എല്ലാം തോൽപ്പിക്കാൻ കഴിഞ്ഞത്. അപ്പൊ യത് സംശ്രയാ ദ്രുപദഗേഹം ഉപാഗതാനാം രാജ്ഞാം സ്വയംവരമുഖേ സ്മരദുർമദാനാം തേജോഹൃതം ഖലു മയാഭിഹതശ്ച മത്സ്യ സജീകൃതേന ധനുഷാധിഗതാച കൃഷ്ണ. വായിച്ചോളൂ.
ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പദ്യമാണോ വായിക്കേണ്ട മാതാജി? അത് ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. യൽസ്യം സ്വയാദ ധ്രുവത ഗേഹമുപാഗതാനാം രാജ്ഞാം സ്വയം വരമുഖേ സ്മരദുർമദാനാം തേജോഹൃദം കലുമയ വിഹിതച്ച മത്സ്യം സജ്ജീഹൃദേ ധനു അധിഗതോ ച കൃഷ്ണ. കൃഷ്ണ ഹരേ കൃഷ്ണ. വളരെ നല്ലത്, വളരെ നല്ലതായിട്ട് വായിച്ചു. ആ മൂന്നാമത്തെ ലൈനിൽ ഒന്ന് നോക്കണേ. തേജോഹൃദം ഖലു മയാഭിഹതശ്ച മത്സ്യ മയാ അഭിഹതശ്ച മത്സ്യ സജ്ജീകൃതേന ധനുഷ അധിഗതാച കൃഷ്ണ. വളരെ വളരെ നല്ലതായിട്ട് വായിച്ചു. ഹരേ കൃഷ്ണ. സംശ്രയാത് ധ്രുവതഗേഹമുപാഗതാനാം രാജ്ഞാം സ്വയംവരമുഖേ സ്മരദുർമദാനാം തേജോഹൃദം ഖലു മയാഭിഹതശ്ച മത്സ്യഃ സജ്ജീകൃതേന ധനുഷാദി ഗതാച കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. സംശ്രയാ ധ്രുപദ ഗേഹമുപാഗതാനാം രാജ്ഞാം സ്വയംവരമുഖേ സ്മരം ദുർമദാനാം തേജോഹൃദം ഖലു മയാഭിഹതശ്ച മത്സ്യ സജ്ജീകൃതേന ധനുഷാധിഗതാച കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സംശ്രയാ ധ്രുവദഗേഹമുപാഗതാനാം രാജ്ഞാം സ്വയംവരമുഖേ സ്മര ദുർമദാനാം തേജോഹൃതം ഖലു മായാഭിഹതശ്ച മത്സ്യ സഞ്ജീകൃതേന ധനുഷാദി ഗതശ്ച കൃഷ്ണ. ഹരേ കൃഷ്ണ. ഗതാച്ച കൃഷ്ണ. അപ്പൊ നമ്മളിവിടെ കാണുന്നത് നടന്ന കാര്യങ്ങളെ കുറിച്ച് ഓർക്കുകയാണ്. അർജുനന് എന്താണ് ധ്രുവരാജാവിന്റെ അതിസുന്ദരിയായ പുത്രി അവരുടെ സ്വയംവരത്തിൽ പങ്കെടുത്തതും അപ്പം ധ്രുപദന്റെ കൊട്ടാരത്തിലെത്തിയതും അവിടെ ഒരുപാട് രാജാക്കന്മാർ ഇങ്ങനെ നിറഞ്ഞിരുന്നതും അപ്പൊ അതിൽ ആ രാജകുമാരന്മാരെല്ലാം ഉണ്ടായിരുന്നു എന്നും അപ്പൊ അദ്ദേഹം ഒരു ദൃഢനിശ്ചയം എടുത്തിരുന്നു, അർജുനൻ മാത്രമേ കൊടുക്കാവൂ എന്റെ മകളെ എന്നുള്ളത് കണ്ടുകൊണ്ട് അങ്ങനെ ആ ഒരു ദ്രൗപദിയുടെ സ്വയംവരം നിശ്ചയിച്ചു. അതിലൊരു കൗശലം അദ്ദേഹം പ്രയോഗിച്ചിരുന്നു. എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ എന്താണ്, കൊട്ടാരത്തിന്റെ ഉത്തരത്തില് എന്ത് ചെയ്തിരുന്നു, ചലിച്ചുകൊണ്ടിരുന്ന ഒരു ചക്രം സ്ഥാപിച്ചു. ആ ചക്രം എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു. അതിനു മുകളിലായിട്ടൊരു മത്സ്യത്തെ അവിടെ കെട്ടിയിട്ടു. ആ മത്സ്യം ഉണ്ടായിരുന്നു, അതിനെ ഘടിപ്പിച്ചു വെച്ചിരുന്നു. അതുപോലെ തന്നെ അതിന്റെ താഴ്ഭാഗത്ത്, ഏറ്റവും താഴ്ഭാഗത്ത് തറയിൽ ആ ഒരു ഓളങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ജലസംവിധാനം ഒരുക്കി ഒരു വെള്ളം കെട്ടിയിടിച്ചു. അങ്ങനെ അതിൽ ആ ഓളങ്ങൾ ഉണ്ടാക്കിയിരുന്ന ജലസംവിധാനത്തിൽ കൂടി അതിന്റെ പ്രതിബിംബം നോക്കിക്കൊണ്ട് വേണം മത്സ്യത്തിന്റെ കണ്ണിനെ അമ്പ ചെയ്ത് ഭേദിക്കാൻ കഴിയാൻ. എത്ര പ്രയാസമാണ്. അപ്പൊ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കണം. മത്സ്യത്തെ കടുപ്പിച്ചിട്ടുണ്ട്, പക്ഷെ എന്താണ് ചലിക്കുന്ന ഒരു ചക്രത്തിന്റെ സംരക്ഷണ വലയം ഇട്ടിരുന്നു. അതെല്ലാം ഈ ജലത്തിൽ കണ്ടുകൊണ്ട് വേണം കണ്ണിൽ മാത്രം അമ്പ ചെയ്ത്. ആ കഥയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഓരോരുത്തരെയും വിളിച്ച് ചോദിക്കുമ്പോൾ ഓരോരുത്തരും ചോദിക്കും, മത്സ്യത്തെ കാണാമോ? ആ എന്തൊക്കെ കാണുന്നുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ മത്സ്യത്തെ കാണുന്നുണ്ട്, അല്ലെങ്കിൽ ചക്രം കാണുന്നുണ്ട്, അതൊക്കെ ഓരോരുത്തരും പറയും. അപ്പൊ അതെല്ലാം നിഷ്ഫലമായി. ആ കണ്ണിൽ അമ്പ ചെയ്ത് കൊള്ളിക്കാൻ കഴിയുന്ന വ്യക്തിക്ക് മാത്രമേ ആരെ കിട്ടിയുള്ളൂ, ദ്രൗപദിയെ കിട്ടിയുള്ളൂ. അങ്ങനെ ആ ദ്രൗപദിയുടെ സ്വയംവരത്തിന് വേണ്ടി ഒരുക്കിയിരുന്നത്. അപ്പം വേറെ ആരും ദ്രൗപദിയെ വിവാഹം കഴിക്കരുത്, അർജുനന് കൊടുക്കണമെന്നായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഒരു സംശയം അവിടെ ഉണ്ടായിരുന്നു. ചിലപ്പോൾ കർണനും ഇത് കഴിഞ്ഞേക്കും എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. അതിനും വേണ്ട രീതിയിലുള്ള സജ്ജീകരണം അവിടെ ചെയ്തിരുന്നു. കാരണം എന്താണ്, അപ്പൊ കർണൻ വിവാഹത്തിൽ പങ്കെടുക്കാൻ വരുമെന്ന് മനസ്സിലാക്കിയ ദ്രൗപദി നേരത്തെ തന്നെ തന്റെ സഹോദരനോട് പറഞ്ഞിരുന്നു, ഞാൻ ക്ഷത്രിയനേക്കാൾ കുറഞ്ഞ ആരെയും എന്ത് ചെയ്യില്ല, വിവാഹം കഴിക്കില്ല. ആ ഒരു രീതിയിൽ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. വൈശ്യരും ശൂദ്രരും ക്ഷത്രിയരെക്കാൾ പ്രാധാന്യം കുറഞ്ഞവരാണ്, ക്ഷത്രിയകുമാരനെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കുകയുള്ളൂ എന്നുള്ളത് അറിയിച്ചിരിക്കണമെന്ന് നേരത്തെ കർണനെ ഒഴിവാക്കുന്നതിന് വേണ്ടി ദ്രൗപദി ഒരു മാർഗം കണ്ടിരുന്നു. അങ്ങനെ സൂതപുത്രനാണ് കർണന്. അപ്പം കർണൻ ആരോ ആയിക്കോട്ടെ, കുന്തിദേവിയുടെ പുത്രനാണ് എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ വളർത്തിയത് സൂതനാണ്. അപ്പം അതിരഥൻ വളർത്തിയെടുത്ത, അതിരഥനും രാധയുമായിരുന്നു കർണന്റെ അമ്മയും അച്ഛനും. അപ്പൊ അവര് വളർത്തിയെടുത്ത സൂതനായിരിക്കുന്ന അദ്ദേഹം വളർത്തിയെടുത്തത് കൊണ്ട് അവനെ
എന്ത് പറ്റിയില്ല, ഞാൻ വിവാഹം കഴിക്കില്ല എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ഭയങ്കര ഒരു യുദ്ധം തന്നെ ഇവിടെ ഉണ്ടായി കർണനും. അപ്പൊ ഏത് രൂപത്തിലാണ് അർജുനൻ അവിടെ വന്നിരിക്കുന്നത്? ഒരു ക്ഷത്രിയനായിട്ടാണോ വന്നിരിക്കുന്നത് എന്നുള്ളത് നമ്മളെ ആലോചിക്കണം. ഏത് രൂപത്തിൽ, ആർക്കെങ്കിലും പറയാമോ ഏത് രൂപത്തിലാണ് അവിടെ വിവാഹത്തിന് വന്നതെന്ന്? ബ്രാഹ്മണ വേഷത്തില്. അപ്പൊ അവിടെ ഒരു ബ്രാഹ്മണനാണ് എന്നുള്ള ഒരു ഇതുണ്ടായി. അപ്പൊ അത് വെച്ചുകൊണ്ട് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായി, ഭയങ്കര യുദ്ധം ചെയ്തു. ആ യുദ്ധത്തിൽ അർജുനന് വിജയിക്കാൻ കഴിഞ്ഞു. അത് കൃഷ്ണന്റെ കൃപ കൊണ്ട് മാത്രമാണ്. ആ യുദ്ധത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ കൃപയാൽ അർജുനന് രാജകീയമായ ആ യുദ്ധത്തിൽ അവരെ എല്ലാം പരാജിതരാക്കുവാനും കൃഷ്ണയുടെ വിലപ്പെട്ട കരം ഗ്രഹിക്കുവാനും കഴിഞ്ഞു. ഇതെല്ലാം ആരുടെ കൃപയാലാണോ ഞാൻ അങ്ങനെ ശക്തനായി തീർന്നത്? ആ ശ്രീകൃഷ്ണ ഭഗവാൻ ഇവിടെ പോയി കഴിഞ്ഞപ്പോഴേക്ക് എന്റെ ആ ആയുധങ്ങളോ എന്റെ ശക്തിയോ സർവ്വതും ഇല്ലാതെയായിരിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ ശ്രീലപ്രഭാതര കഥ ഇതിനൊപ്പം പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എന്താണ്, എന്റെ സർവശക്തിയും എനിക്കില്ലാതായി. അതിന് കാരണം ഭഗവാൻ ഇവിടെ നിന്ന് പോയതാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ ആ കാലഘട്ടത്തിലെ എന്താണ് ആ ഒരു വർണ്ണാശ്രമ ധർമ്മത്തെ കുറിച്ചും ഒരു ഹിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഏറ്റവും ഉന്നതര് ബ്രാഹ്മണരാണ്, ബ്രാഹ്മണർ കഴിഞ്ഞാൽ ക്ഷത്രിയരാണ്, പിന്നെ ഉള്ളു വൈശ്യ ശൂദ്രരും. അപ്പം ദ്രൗപദി ക്ഷത്രിയനെ തന്നെ, ക്ഷത്രിയ രാജകുമാരി ആഗ്രഹിക്കുന്നത് നടത്തി കൊടുക്കും അന്നത്തെ കാലത്തെ എന്നുള്ളതും ഉണ്ടായിരുന്നു. ഹരേ കൃഷ്ണ. ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് ആരുടെ ഒരു അനുഗ്രഹം കൊണ്ടാണോ? ഭഗവാന്റെ കൃപാശക്തി കൊണ്ട് മാത്രമാണ് എന്റെ ആ ധനുസും ബാണങ്ങളും എല്ലാം എനിക്ക് ആ ലക്ഷ്യത്തിൽ എത്തിക്കാൻ കഴിഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരു മത്സ്യത്തിന്റെ കണ്ണുകളിൽ തന്നെ എന്ന് വെച്ചാൽ ബാക്കി ആർക്കും കഴിയാത്ത ഒരു കാര്യം അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് അദ്ദേഹത്തിന്റെ ഒരു മിടുക്കൊന്നും അല്ല എന്ന് അദ്ദേഹം സ്വയമേ സമ്മതിക്കുകയാണ്. ഇതെല്ലാം ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. വായിക്കണോ? വായിച്ചല്ലോ. മതി. ഇതിന്റെ വിവർത്തം, ഭാവാർത്ഥം വായിക്കണ്ടേ? വേണ്ട, ഒരുപാടുണ്ട്. ഭാവാർത്ഥം മൊത്തം ഞാൻ പറഞ്ഞു കഴിഞ്ഞു മാതാജി. അത് ഇത്ര കഥയും പറഞ്ഞു. കഥയും അതെങ്ങനെയാണ് ആ മത്സ്യത്തെ വെച്ചിരുന്നത് എന്നുള്ളതും, അതുപോലെ അതിന്റെ കഥ എങ്ങനെയാണ് രാജകുമാരന്മാരെല്ലാം വന്നിരുന്നതും അതൊക്കെയാണ് ഭാവാർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. യത്സന്നിധാവഹമുഖാണ്ഡവമാഗ്നയേതാം ഇന്ദ്രം ച സാമരഗണം തരസാ വിജിത്യ ലബ്ധാസഭാമയകൃതാത്ഭുത ശില്പമായ ദിഗ്ഭ്യോ ഹരൻ നൃപതയോ ബലിമധ്വരേതേ. ഇന്ദ്രം ച സാമരഗണം തരസാ വിജിത്യ ലബ്ധാസഭാമയകൃതാത്ഭുത ശില്പമായ ദിഗ്ഭ്യോ ഹരൻ നൃപതയോ ബലിമധ്വരേതേ. യത് വാക്കുകളും ശ്രദ്ധിക്കൂ. യത് സന്നിധൗ, എൽ സന്നിധൗ ഒന്നിച്ചു വരുന്നത്. അതിനെ പിരിക്കുമ്പോ യത് സന്നിധൗ. എന്ന് വെച്ചാൽ ആരുടെ സന്നിധൗ, ആരുടെ തൊട്ടടുത്ത്. സന്നിധി മലയാളത്തിലുണ്ട്. സന്നിധൗ തൊട്ടടുത്ത്. ആരുടെ തൊട്ടടുത്താണോ? അഹം, അഹം, അഹമു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അഹം എന്ന് പറഞ്ഞാൽ ഞാന്, ഊ എന്ന് പറഞ്ഞാൽ അതുമായി അതേ ഇതേ എന്ന് കാണിക്കുന്നത്. അഹമു, അഹമു എന്ന് പറഞ്ഞാൽ ഞാന്. ഊ അവിടെ ആശ്ചര്യകരമായ വിധത്തിൽ ഔന്നത്യം കാണിക്കുന്ന എന്നുള്ള അഹമു. അഹമു എന്ന് പറയുമ്പോഴേ ഞാൻ ആശ്ചര്യകരമാം വിധം ഔന്നത്യത്തിലെത്തുക എന്നുള്ളത്. അപ്പം യത് സന്നിധാവഹമു ഖാണ്ഡവമഗ്നയേത. ഖാണ്ഡവം, ഖാണ്ഡവം എന്ന് പറഞ്ഞാൽ ഖാണ്ഡവ വനത്തെ കുറിച്ച് നിങ്ങളെല്ലാം കഥകളിൽ കേട്ടിട്ടുണ്ടാവും. ഖാണ്ഡവ വനം സ്വത്താധിപതിയായ ഇന്ദ്രനാൽ സംരക്ഷിക്കപ്പെട്ടിരുന്ന ഒരു വനമാണ് ഖാണ്ഡവ വനമെന്ന് പറയുന്നത്. ആഗ്നയേത, ആഗ്നയെ അഗ്നിദേവനെ, അദാം അർപ്പിച്ചു കൊടുക്കുന്നതിനെ, ഇന്ദ്രം ഇന്ദ്രൻ, ച ഉം. അപ്പം യത് സന്നിധ അഹമു ഖാണ്ഡവം അഗ്നയേത ഇന്ദ്രം ച, അത്രയും വരെ എടുത്തു. ഇന്ദ്രം ഇന്ദ്രനെ, ച ഉം, സ അമരഗണം. സാമരഗണം എന്ന് കിടക്കുന്നത് സ പ്ലസ് അമരഗണം. സ എന്ന് വെച്ചാൽ സമേതം കൂടി, സ സമേതം അമരഗണം ദേവേന്ദ്രന്മാർ. അമരന്മാർ എന്ന് പറഞ്ഞാൽ ദേവന്മാർ. അപ്പൊ ആ ദേവേന്ദ്രന്മാരല്ല, സോറി, ദേവന്മാർ. അമരഗണം ദേവന്മാർ. തരസ,
എല്ലാ ദക്ഷതയോടും കൂടി വളരെ കാര്യമായ പ്രാപ്തിയോടുകൂടി തരസ വിജിത്യ പരാജയപ്പെടുത്തിയ ശേഷം ലബ്ധ കിട്ടി പ്രാപ്തമായി. അങ്ങനെ സഭ സദസ് സഭ മയകൃത മയനാൽ നിർമ്മിക്കപ്പെട്ട അത്ഭുത വളരെ അത്ഭുതകരമായ ചിത്രപ്പണികൾ ചിത്രപ്പണികളെ ശില്പശൈലികളെ ഇതൊക്കെ മയ വളരെ സാമർഥ്യത്തോടെ ദിക്ഭ്യ വിവിധ ദിക്കുകളിൽ നിന്നും വന്നെത്തിയ ദിക്ഭ്യ അഹരൻ ശേഖരിച്ചു നൃപതയ എല്ലാ രാജകുമാരന്മാരും ബലിം പാരിതോഷികങ്ങൾ അധ്വരെ കൊണ്ടുവന്നു തേ അങ്ങയുടെ. അപ്പം യത്സന്നിധാം അഹമു ഖാണ്ഡവം അഗ്നയേതാം ഇന്ദ്രം ച സാമരഗണം തരസാ വിജിത്യ ലബ്ധാ സഭ മയകൃത അത്ഭുത ശില്പമായ ദിക്ഭ്യോ ഹരൻ നൃപതയോ ബലിം അധ്വരേതേ. അപ്പം അതിനകത്ത് അധ്വരേ എന്ന വാക്ക് പുതിയതാണ്, കൊണ്ടുവന്നു എന്നുള്ളതാണ്. പിന്നെ അതുപോലെ ഹരൻ നൃപതയോ എന്ന് പറയുന്നത്, ഹരൻ എന്ന് പറഞ്ഞാൽ ശേഖരിക്കുക, നൃപതയ എന്ന് പറഞ്ഞാൽ എല്ലാ രാജകുമാരും. പിന്നെ ദിക്ഭ്യ എന്ന് പറഞ്ഞാൽ ദിക്ക് നമുക്ക് മലയാളത്തിലുള്ളതാണ്, നാനാ ദിക്കുകളിൽ നിന്നും. പിന്നെ അതിനകത്ത് സാമരഗണം പറഞ്ഞു, എല്ലാ വാക്കുകളും പറഞ്ഞല്ലോ. ഹരൻ എന്ന് വെച്ചാൽ ശേഖരിക്കുക. അപ്പം യത്സന്നിധാവഹമു ഖാണ്ഡവമാഗ്നയേതാം ഇന്ദ്രം ച സാമരഗണം തരസാ വിജിത്യം ലബ്ധാ സഭാമയ കൃതാത്ഭുത ശില്പമായ ദിക്ഭ്യോ ഹരൻ നൃപതയോ ബലിമധ്വരേതേ. വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഒരാൾ വായിക്കാനേ സമയമുള്ളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. യത്സന്നിധാപഹമു ഖാണ്ഡവമഗ്നയേതാം ഇന്ദ്രം ച സാമരഗണം തരസ വിജിത്യ ലബ്ധാ സഭമയ കൃതാത്ഭുത ശില്പമായ ദിക്ഭ്യോ ഹര നൃപതയോ ബലിമധ്വരേതേ. ഹരേ കൃഷ്ണ. ലബ്ധാസഭ, ലബ്ധാ കിട്ടിയിട്ട് എന്നുള്ളത്, ലബ്ധാസഭ മയ കൃതാത് അത്ഭുത ശില്പമായ. അപ്പൊ അത് ഒരാളൂടെ വായിച്ചോളൂ. സമയം ഏതായി? ഹരേ കൃഷ്ണ. യത്സന്നിധാവഹമു ഖാണ്ഡവമഗ്നയേതാ ഇന്ദ്രം സാ സാമരഗണം തരസാ വിജിത്യ ലബ്ധാ സഭാമയ കൃതാത്ഭുതശില്പമായ ദിക്ഭ്യോ ഹരൻ നൃപയ ബലിമധ്വരേതേ. ഹരേ കൃഷ്ണ. ദിക്ഭ്യോ ഹരൻ നൃപതയോ ബലിം ഹരൻ നൃപയോ ബലി മധ്വരേതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമുക്ക് സമയമായി. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് നിർത്താം. ഹരേ കൃഷ്ണ. ഇനി ഇതിന് എക്സ്പ്ലനേഷൻ എടുക്കാൻ സമയമില്ല. ഹരേ കൃഷ്ണ. മാതാജി നമസ്കാരം. മാതാജി പറഞ്ഞല്ലോ ജീവാത്മാവ് ഭഗവാന്റെ വിഭിന്ന അംശമാണ്, പരമാത്മാവ് സ്വാംശമാണെന്നും. പരമാത്മാവ് സാംശം എന്ന് പറയുന്ന ആരുടെ സാംശം? ഭഗവാന്റെ സാംശം. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള പരമാത്മാവ് എന്ന് പറയുന്നത് ഭഗവാന്റെ ഇതില്ല, ഭഗവാൻ ഇല്ല, ശ്രീകൃഷ്ണ ഭഗവാൻ ഇല്ലാതെ നിലനിൽപ്പില്ല എന്ന് പറയുന്നു. അപ്പൊ രണ്ടും വ്യത്യാസമാണോ മാതാജി? അത് രണ്ടും വ്യത്യാസമല്ല. ഭഗവാന്റെ 3 ഭാവങ്ങളാണ് ബ്രഹ്മൻ, പരമാത്മാവ്, ഭഗവാൻ എന്നുള്ളത്. ബ്രഹ്മൻ, പരമാത്മാ, ഭഗവാൻ. അപ്പൊ ബ്രഹ്മഭാവത്തിൽ നമ്മൾ കാണുക എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ പ്രകാശത്തെ നമ്മൾ കാണുക. പരമാത്മാവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ഭഗവാന്റെ സാന്നിധ്യം, ഭഗവാൻ നമ്മളെ നിലനിർത്താൻ വേണ്ടി ഭഗവാന്റെ ഒരു ഭാഗം നമ്മുടെ ഉള്ളിലുണ്ട്. ആ ഭഗവാന്റെ ഭാവത്തെയാണ് പരമാത്മാവെന്ന് പറയുന്നത്. നമ്മുടെ ഓരോ ജീവജാലങ്ങളുടെയും ഉള്ളിലുള്ള ആ ഭാവത്തെയാണ് പരമാത്മാവെന്ന് പറയുന്നത്. ഇത് രണ്ടും നിലനിൽക്കുന്നത് ഇതിലാണ്? ആ ഭഗവാന്റെ ഭാവങ്ങളായിട്ടാണ്. ഇത് 3 ഭഗവാന്റെ 3 ഭാവങ്ങളാണ്. ഭഗവാൻ ഇല്ലെങ്കിൽ എങ്ങനെയാണ് മറ്റേത് വരുന്നത്? ഭഗവാൻ ഉള്ളത് കൊണ്ടല്ലേ ഈ ഭാവങ്ങൾ ഉണ്ടാകുന്നത്. കാരണം മാതാജിയുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പരമാത്മാവ് ആരാണെന്നോ? പരമാത്മാവും ഭഗവാനും വ്യത്യസ്തമാണോ എന്ന് ചോദിച്ചു. വ്യത്യസ്തമല്ല. പക്ഷെ ഭഗവാൻ പരമാത്മാവ് എന്ന് പറയുന്നത് പൂർണ്ണമല്ല.
എന്നുള്ള പരമാത്മ ഭാവത്തിൽ നമ്മൾ എത്തിയാലും ശരി, നമുക്ക് ഭഗവാനിൽ എത്തിയെങ്കിൽ മാത്രമേ നമുക്ക് പിന്നെ ജന്മമില്ലാതിരിക്കുകയുള്ളൂ. പരമാത്മ ഭാവത്തിൽ എത്തിക്കഴിയുമ്പോൾ നമ്മൾ എങ്ങനെയോ ആ പരമാത്മാവ്, നമ്മുടെ ഉള്ളിലുള്ള പരമാത്മാവ് ഭഗവാനാണെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ എല്ലാ യോഗ പ്രക്രിയകൾ കൂടിയും ആ പരമാത്മാവിനെ സാക്ഷാത്കരിച്ച് കഴിയുമ്പോൾ ആ ഭഗവാന് വീണ്ടും ഭഗവാൻ ഒരു രൂപഭാവം ഉണ്ട്, ഭഗവാൻ എന്ന് പറയുന്ന ഏറ്റവും ഉന്നതമായ സ്ഥാനം ഉണ്ട് എന്ന് മനസ്സിലാക്കി അതുകൂടി സാക്ഷാത്കരിച്ചെങ്കിലേ നമുക്ക് ജന്മമില്ലാതെയാകുകയുള്ളൂ. ആ പരമാത്മാവിലെത്തിയാൽ അതുകൊണ്ട് മാത്രം ആയില്ല, ഭഗവാനിലായില്ല. ഭഗവാൻ ഉള്ളത് കൊണ്ടാണ് ഈ പരമാത്മഭാവം ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കണം. കാരണം ഭഗവാനിൽ നിന്നുണ്ടാകുന്ന ഭഗവാന്റെ മറ്റ് 2 ഭാവങ്ങളാണ്. അത് ഇതിനകത്ത് പറയുന്നുണ്ടല്ലോ. നേരത്തെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഭാഗവതത്തിൽ തന്നെ. അപ്പം ആ പരമാത്മാവ് എന്ന് പറയുന്നത് ഭഗവാന്റെ ഭാവം തന്നെയാണ്, ഭഗവാൻ തന്നെയാണ് എന്ന് നമ്മുടെ ഉള്ളിലുള്ള ഭഗവാൻ എന്ന് പറയുന്നത് പരമാത്മാവാണ്. പക്ഷേ അതിനും അപ്പുറത്താണ് ഭഗവാന്റെ സ്ഥാനമെന്ന് പറയുന്നത്. അപ്പം ഭഗവാന്റെ ഒരു ഭാവം തന്നെ, നമ്മുടെ ഫോട്ടോ എടുക്കുന്ന പോലെ ഭഗവാൻ തന്നെ നമ്മുടെ ഉള്ളിലുണ്ട്. ആ ഭഗവാനാണ് പരമാത്മ. പക്ഷെ ആ പരമാത്മാവിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്ന ഭഗവാനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഭഗവാൻ ഇല്ലെങ്കിൽ മാതാജി, നമ്മൾ അതിനെക്കുറിച്ച് പറയുമ്പോഴേ ഞാൻ പറയുന്നത് ചുമ്മാതെ പറയുകയാണ്, അതിനർത്ഥമാക്കി എടുക്കരുത്. നമ്മളിപ്പോ ഒരു ഫോട്ടോ എടുക്കാൻ പോയി ഒരു സ്റ്റുഡിയോയില്, നമ്മളില്ലെങ്കിൽ ഫോട്ടോ ഉണ്ടോ? നമ്മളവിടെ ഉള്ളതുകൊണ്ട് നമ്മളെ ഫോട്ടോ വരുന്നത്. അപ്പൊ ഭഗവാൻ ഇല്ലെങ്കിൽ ഭഗവാന്റെ രൂപം ഇവിടെ വരുമോ? ഭഗവാന്റെ റെപ്രസെന്റേറ്റീവ് വരുമോ? ഭഗവാൻ ഉള്ളത് കൊണ്ടല്ലേ ഭഗവാന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് പരമാത്മാവ് നമ്മളിൽ ഓരോരുത്തരിൽ നിൽക്കുന്നത്. മനസ്സിലായോ? ഭഗവാന്റെ 3 ബ്രഹ്മൻ, പരമാത്മ, ഭഗവാൻ, ഇത് 3ഉം ഭഗവാന്റെ ഭാവങ്ങളാണ്. 3 ഭാവങ്ങൾ എന്തൊക്കെയാ? ബ്രഹ്മന്, പരമാത്മാവ്, ഭഗവാൻ. ആ ഭഗവാൻ അവിടെ ഇല്ലെങ്കിൽ, നമ്മളില്ലെങ്കിൽ നമുക്ക് ഫോട്ടോ ഇല്ല എന്നുള്ളത്. ഭഗവാൻ അവിടെ ഇല്ലെങ്കിൽ പിന്നെ പരമാത്മാവ് ഇല്ല എന്നുള്ളതാണ്. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഭഗവാന്റെ സാംശഭാഗമാണ് എന്ന് വെച്ചാൽ ഭഗവാന്റെ ഒരു ഭാവമാണ് ഇത് ഈ പരമാത്മാവ് എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കണം. മാതാജി, ചതുർഭുജന നാരായണ രൂപത്തിലാണ് പരമാത്മാവ് എന്നാണല്ലോ പഠിച്ചിരിക്കുന്നത്. അത് ശരിയാണോ? അതെ കറക്റ്റാണ്. എന്താ, ശംഖചക്ര ഗദാപത്മത്തോടു കൂടി ഇരിക്കുകയല്ലേ പരമാത്മാവ്. ഭഗവാൻ തന്നെ എവിടെയാണ്? വിഷ്ണു ഭാവത്തിൽ വരുമ്പോഴത്തേക്ക്, നാരായണ ഭാവത്തിൽ വരുമ്പോഴത്തേക്ക് ഭഗവാൻ ആരായിട്ട് മാറും? അല്ല, ഭഗവാൻ എന്താവും? 4 കൈകളാവും അല്ലേ? ശംഖചക്ര ഗദാപത്മങ്ങൾ താങ്ങാൻ വേണ്ടേ? അപ്പൊ ആ ഭഗവാൻ തന്നെ ആരായി മാറി? എവിടെ മാത്രമേ ഉള്ളൂ ഭഗവാൻ 2 കൈകളായിട്ട് ഇരിക്കുന്നത്? ശ്രീകൃഷ്ണ രൂപത്തിൽ. അതെവിടെയാണുള്ളത്? ഗോലോകത്തിൽ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഇങ്ങ് വരുമ്പോഴത്തേക്ക് വൈകുണ്ഠത്തിലേക്ക് കയറുമ്പോഴത്തേക്ക് എന്തായി? നാരായണ രൂപം എടുത്തു. നാരായണ രൂപം എടുത്തപ്പോ ആരായി? ചതുർഭുജനായി. ചതുർഭുജനായി. അപ്പൊ അത് വ്യത്യാസമുണ്ട്, അവിടെ വ്യത്യാസമുണ്ട്. അതുപോലെ ഭഗവാൻ ഉള്ളത് കൊണ്ടാണ് പരമാത്മാഭാവം ഉള്ളത് എന്നാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതാണ് പറഞ്ഞത്, ബ്രഹ്മനെ അഥവാ പരമാത്മാവിന് ശ്രീകൃഷ്ണ ഭഗവാൻ ഇല്ലാതെ അസ്തിത്വമില്ല. അപ്പം ഭഗവത്ഗീത മൊത്തം പറയുന്ന ഇതാണ്, എല്ലാത്തിന്റെയും അടിസ്ഥാനം ഞാനാണ്, ഞാനില്ലാതെ മറ്റൊന്നില്ല, ഞാൻ തന്നെയാണ്. അപ്പം അദ്വേഷ്ടാ സർവഭൂതാനാം മൈത്രകരണയെ വെച്ച്, അപ്പൊ എല്ലായിടത്തും എവിടെയാണെങ്കിലും ഭഗവാൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് ബാക്കിയുള്ളതിന് നിലനിൽപ്പുള്ളത്. അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലുള്ള ഒരു വസ്തുക്കളും എല്ലാം ഭഗവാന്റെ അംശങ്ങളാണ്, അതില്ലാതെ നിലനിൽക്കില്ല. ഹരേ കൃഷ്ണ. സമയം പോയി ഒരുപാട് പോയി, സോറി പ്രഭു. ഹരേ കൃഷ്ണ.